ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് മാർച്ച് 15 ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്നത്തെ ദിവസം ആചരിക്കുകയാണ്. വ്യത്യസ്തമായ പരിപാടികൾ പലയിടങ്ങളിലുണ്ട്. യുഎന്നിൻ്റെ നേതൃത്വത്തിലൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഗസയിൽ ലോകം കണ്ട ഏറ്റവും വലിയ വംശീയ വിരുദ്ധ ആക്രമണം, കൂട്ടക്കൊല, വംശീയ ഉന്മൂലനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം വരുന്നത്. ലോകത്താകമാനം ഈ മുസ്ലിമായി പോയതിൻ്റെ പേരിൽ, അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം ഹെയ്റ്റും പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിവേചനങ്ങൾക്കുമൊക്കെ മുസ്ലിം സമൂഹം ഇരയായിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടം. ഇന്ത്യയിലേക്ക് വന്നാൽ ഉത്തരാഖണ്ഡിൽ മദ്രസ പൊളിക്കുകയും തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഒരു 5ഓളം പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ അടുത്താണ്. ഈ കഴിഞ്ഞ കൊല്ലം മാത്രം 1000-ത്തോളം ഹെയ്റ്റഡ് കേസുകളാണ്, അതായത് ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെ തുടർന്നുണ്ടായ ഹെയ്റ്റ് കേസുകളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണിപ്പോൾ മറ്റൊരു ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം കൂടി എത്തുന്നത്. അപ്പോൾ അതും കൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാഹിബ്, ഇങ്ങനെ ഒരു ദിനം യുഎന്നിൻ്റെ നേതൃത്വത്തിൽ ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറയാവുന്ന കണക്കുകളൊന്നും ലഭ്യമല്ല. UN 2 വർഷം മുമ്പ് ഇങ്ങനെ ഒരു മാർച്ച് 15 ഇൻ്റർനാഷണൽ ഡേ ടു കോമ്പാറ്റ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഇതൊരു ക്രൈമായിട്ട് ഇത് ലോകത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് UN തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ദിവസം ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ദിവസം ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം ആയിട്ട് UN ആചരിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത് വെച്ചാൽ ആ ഒരു ദിവസമെങ്കിലും അതേക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും ലോകത്തെല്ലായിടത്തും ഉണ്ടാകും, ഭരണതലത്തിലും അല്ലാതെയും ഉണ്ടാകും. അത് ചില നിലക്കുള്ള സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനൊരു ദിവസം UN ആചരിക്കുന്നത്. UN നമുക്കറിയാം പല ദിവസങ്ങൾ ഇങ്ങനെ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ ജലസംരക്ഷണം ത്തെക്കുറിച്ച്, പകർച്ചവ്യാധി തടയാൻ വേണ്ടി, അങ്ങനെ അതൊക്കെ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അതൊരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കണം. അതിനൊരു പെർട്ടിക്കുലർ ഡേ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നു. ആ ഒരു പ്രസക്തിയാണ് അതിനുള്ളത്. അത് പ്രസക്തവുമാണ്. പക്ഷേ അതേസമയം ഇപ്പോഴും ഇസ്ലാമോഫോബിയ എന്താണ്, അങ്ങനെ ഒന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ് ഏറ്റവും പുരോഗമനകാരികളായിട്ടുള്ള ആളുകൾ, യുക്തിവാദ പ്രഭാഷകർക്കിടയിൽ പോലും അതെന്താണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഭയങ്കര രസകരമായ വ്യാഖ്യാനമൊക്കെ. നമ്മൾ മൂർഖനെ പേടിക്കുന്നു. എന്തുകൊണ്ടാണ് മൂർഖനെ പേടിക്കുന്നത്? മൂർഖന് കുഴപ്പമുള്ള, മൂർഖന് വിഷമുള്ളതുകൊണ്ടാണല്ലോ മൂർഖനെ പേടിക്കുന്നത്. അതുപോലെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ഇസ്ലാം ഭീതി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാമിനോടുള്ള ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ ഇസ്ലാമിനെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതേ ആളുകൾ തന്നെ കീമോഫോബിയ അതിനെ വേറെ നിലയ്ക്ക് വിശദീകരിക്കുകയും ചെയ്യും. എന്താണ് ഈ രാസവസ്തുക്കളോടുള്ള ഭയം, അത് ശരിയല്ല എന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അതുപോലെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ദിവസം ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് എങ്ങാണ്ടോ കിടക്കുന്ന അന്യഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സാധനമല്ല, നമുക്കെല്ലാം ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിയാൻ ആളുകൾ സന്നദ്ധമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയെ UN ഇതേക്കുറിച്ച് പറയുന്ന UNൻ്റെ വെബ്സൈറ്റിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിയെ അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇസ്ലാമോഫോബിയക്ക് ഈ അക്കാഡമിക് ലോകത്ത് പല നിരക്കുള്ള ഡെഫിനേഷൻസ്, അക്കാദമിക നിർവചനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ UN അവരുടെ വെബ്സൈറ്റിൽ 1-2 പാരഗ്രാഫ് ഇതിനെക്കുറിച്ച് ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് എനിക്ക് ആകർഷകമായി തോന്നിയ കാര്യമാണ്. സാധാരണ പോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനോടുള്ള വെറുപ്പ്, മുൻവിധി, വിദ്വേഷം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പെർസീവ്ഡ് ടു ബി മുസ്ലിം. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളോടുള്ള വെറുപ്പ് മാത്രമല്ല, പെർസീവ്ഡ് ടു ബി എ മുസ്ലിം, മുസ്ലിമിൻ്റേതാണെന്ന ധാരണയിലുണ്ടാകുന്ന മുൻവിധി, ആ മുൻവിധിയിൽ നിന്നുണ്ടാകുന്ന തെറ്റായ നിലപാടുകൾ, ഇതും ഇസ്ലാമോഫോബിയയുടെ ഗണത്തിൽ ഇടും. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. മുസ്ലിങ്ങളുടേതാണെന്ന് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരാൾ കടലക്കറിയും പുട്ടും കഴിച്ചിട്ട്
വയറിളക്കം വന്നിട്ട് ആശുപത്രിയിലായി. പത്രത്തിൽ എന്താ വാർത്ത വരിക? ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രി. ഷവർമ കഴിച്ചിട്ട് ആശുപത്രിയിലായി. വയറിളക്കം വന്നു, ആശുപത്രിയിലായി. എന്താ വാർത്ത വരിക? ഷവർമ കഴിച്ചു 3 പേർ ആശുപത്രി. കടലക്കറി കഴിച്ചു 3 പേർ ആശുപത്രിയിൽ നിന്ന് വരില്ലല്ലോ. പുട്ട് കഴിച്ച 3 പേർ ആശുപത്രിയിൽ ഇന്ന് വരില്ല. ഷവർമ കഴിച്ച 3 പേർ ആശുപത്രിയിൽ നിന്ന് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? രണ്ടും ഭക്ഷ്യവിഷബാധ തന്നെയാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഷവർമ എന്ന് പറയുന്നത് എന്തോ മുസ്ലിങ്ങളുടെ എന്തോ പരിപാടിയാണ് എന്നാണ് ഈ സബ് എഡിറ്റർ അല്ലെങ്കിൽ ഈ എഡിറ്റർ ധരിച്ചിരിക്കുന്നത്. കിടക്കട്ടെ. അപ്പോൾ മലപ്പുറം ജില്ലയുടെ സമീപ ജില്ലയിലാണ് സംഭവം ഉണ്ടായത് എന്ന് മലയാളത്തിൻ്റെ പത്രത്തോടൊപ്പം ഒരു സംസ്കാരവും പ്രചരിപ്പിക്കുന്ന പത്രം എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കണം. തൃശ്ശൂരിൽ നിന്ന് മയക്കുമരുന്ന് എന്തോ പിടിച്ചാണ്. അപ്പം മലപ്പുറത്തിൻ്റെ സമീപ ജില്ലയായ അത് മയക്കുമരുന്നിലല്ല, ആന ചെരിഞ്ഞപ്പം നാഷണൽ മീഡിയ ഈ തൃശ്ശൂരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചപ്പോൾ സമാനമായ സാധനം വന്നിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ സമീപ ജില്ലയായ. അപ്പോൾ ഇങ്ങനെ മലപ്പുറം മുസ്ലിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പലാണോ മലപ്പുറം? ഇസ്ലാമിൻ്റെ എന്തെങ്കിലും സിമ്പലാണോ ഷവർമ? ഒന്നുമല്ല. പക്ഷേ അത് പെർസീവ്ഡാണ്, അങ്ങനെയാണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനോടും ഈ പറയുന്ന ഇത് വെറുപ്പ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇലക്ഷൻ കാലമാണല്ലോ, തിരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്നു. കേരളത്തിൽ മുസ്ലിങ്ങൾ എത്ര ശതമാനമുണ്ട്? 27% മുസ്ലിങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? എത്ര മുസ്ലിങ്ങളുണ്ട്? ഒരു മുസ്ലിമേ ഉള്ളൂ. UDFൻ്റെ മൊത്തം എടുത്തു നോക്കിയാൽ 3 മുസ്ലിങ്ങളാണുള്ളത്. അതേസമയം UDFൻ്റെ ഈ ലിസ്റ്റിൽ കേരളത്തിൽ 10% മാത്രം വരുന്ന മുന്നോക്ക ജാതിയിൽ നിന്ന് എത്ര പേരുണ്ട്? 8 സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസ്സിന് മാത്രം 7 സ്ഥാനാർത്ഥികളുണ്ട്. ഇതിനെ നമ്മൾ എന്തുമായിട്ട് തട്ടിച്ചു നോക്കണം? 5ാം മന്ത്രി കാലമായിട്ട് തട്ടിച്ചു നോക്കണം. 5ാം മന്ത്രി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് 4 മന്ത്രിമാർ കൂടാതെ 1 മന്ത്രി കൂടി എക്സ്ട്രാ ഉണ്ടാകുന്നു. ഒരു വകുപ്പ് കൂടിയല്ല, അവരുടെ വകുപ്പിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കും. അന്ന് കേരളത്തിലുണ്ടായ പ്രചാരണം എന്താണ്? ഇപ്പം നമ്മൾ നിലവിലുള്ള കേരളത്തിലെ മന്ത്രിസഭ എടുക്കുക. ഈ മന്ത്രിസഭയിൽ മുന്നോക്ക സമുദായത്തിന് എത്ര പേരുണ്ട്? അവരുടെ പെർസെൻറ്റേജ് എത്രയാണ്? അങ്ങനെ നോക്കിയാൽ ഇതൊരു നായർ സാമ്രാജ്യമാണ് എന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റും. പക്ഷെ അത് നാട്ടിലൊരു ചർച്ച ചെയ്യാവുന്നില്ലല്ലോ. ഇപ്പം കേരളത്തിൽ 27% വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് നിങ്ങൾ സ്ഥാനാർത്ഥികളാക്കുന്നില്ല എന്നുള്ളത് അത് ഉന്നയിക്കാൻ പോലും മുസ്ലിം സമുദായത്തിന് സാധിക്കുന്നില്ല. ആരെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞാൽ എന്താ പറയുക? ഞങ്ങൾക്ക് ജാതിയും മതമൊന്നുമില്ല എന്ന് പറയും. ജാതിയും മതമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായിട്ട് ഒരു വിഭാഗത്തെ സമ്പൂർണ്ണമായി എക്സ്ക്ലൂഡ് ചെയ്യാനും അങ്ങേയറ്റം ന്യൂനപക്ഷമായ മുന്നോക്ക വിഭാഗത്തിന് എല്ലാ നിലക്കും വമ്പിച്ച ആധിപത്യം നൽകാനും ഇത്ര ഗംഭീരമായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ 2% മാത്രമുള്ള സിഖ് സമൂഹത്തിൽ നിന്ന് ഒരാളെ പ്രധാനമന്ത്രിയാക്കിയവരാണ് ഞങ്ങളത്. ഇതുതന്നെയാണ് പ്രശ്നം. ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രശ്നം അതൊരു ന്യൂനപക്ഷ പ്രശ്നമല്ല, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഈ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സമൂഹത്തെ ആ സമൂഹത്തെ മാത്രമല്ല, ആ സമൂഹവുമായി ബന്ധപ്പെട്ടതെന്ന് വിചാരിക്കപ്പെടുന്നതോ ആയ കാര്യങ്ങൾ അതിനോട് സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനം, ഇതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. UN അങ്ങനെയാണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലും അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നിലനിൽക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുവാൻ, അത് തിരിച്ചറിയാൻ പോലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സൈദ്ധാന്തിക നേതൃത്വങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ തൊട്ടു കാണിക്കുന്നവർ അവർ അപകടകാരികളായി, അവർ മോശക്കാരായി മുദ്ര കുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇസ്ലാമോഫോബിയ ദിനം അത് കൂടുതൽ അതേക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അജംസ്, ഇസ്ലാമിനെ പേടി മാറ്റാൻ ഒരു ദിനം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കഴിയുമോ?
ഇല്ല, അത് വളരെ പെട്ടെന്നുണ്ടാവുന്നതോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായ ഒന്നല്ല ഈ ഫോബിയ എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ എന്ന വാക്കിന് കുറേ കൂടി ആൾക്ക് റിലേറ്റ് ആവുന്നത് ആൻറ്റിസെമിറ്റിസമാണ്. യൂറോപ്പിൽ ഒരു കാലത്ത് വലിയ തോതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആൻറ്റിസെമിറ്റിസം പെട്ടെന്നുണ്ടായതൊന്നും അല്ലല്ലോ. അതായത് ഹിറ്റ്ലർ ജൂതന്മാരെ കൊല്ലാൻ തീരുമാനിച്ച ആ നിമിഷം ഉണ്ടായ ഒരു കാര്യമല്ല ആൻറ്റിസെമിറ്റിസം. ആൻറ്റിസെമിറ്റിസം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഞാൻ മുമ്പ് നമ്മളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. വില്യം ഷേക്സ്പിയറുടെ കൃതികൾ നോക്കിയാൽ മതി. വില്യം ഷേക്സ്പിയർ 16-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയ നാടകങ്ങളിലും എല്ലാത്തിലും ഉണ്ട് ആൻറ്റിസെമിറ്റിസം. ഒരു ഉദാഹരണം ഷൈലോക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? ഒരു വില്ലനാണല്ലോ. യഥാർത്ഥത്തിൽ ഷൈലോക്ക് ഒരു ജൂതനാണ്. ഒരു ജൂതൻ. അയാൾ അവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്നു. അത് എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഇയാൾ ഷൈലോക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഷൈലോക്കിനെ എങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത് ഷേക്സ്പിയർ? അയാൾ എന്തോ ഒരു പ്രശ്നമാണ്. അത് അയാളുടെ ജൂത സ്വത്വമാണ്. അതിൽ അന്റോണിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയാളുടെ മുഖത്ത് തുപ്പുന്നുണ്ട്. അപ്പോൾ അതന്ന് നോർമലാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ പടം നമ്മൾ മർച്ചൻ്റ് ഓഫ് വെനീസ് പറയുമ്പോൾ അതിലൊന്നും നമുക്കൊന്നും ഒരു പ്രശ്നം തോന്നുന്നില്ല. കാരണം ജൂതൻ എന്തോ ഒരു പ്രശ്നമാണ്, ഷൈലോക്ക് ഭയങ്കര പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ നേരത്തെ ഉണ്ടോ? നേരത്തെ ഇല്ല. ഇത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ആ ഒരു പെർസെപ്ഷൻ ഉണ്ടാവുന്നത്. ഇവർ മോശമാണ്, ഇവർ അങ്ങനെയാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ കോളനികളാക്കി വെച്ചിട്ടുള്ള ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രികളിലെ മുഴുവൻ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി ഇവർ തെറ്റായ പെർസെപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാർബാറിക് എന്നൊരു വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അതെങ്ങനെ ഉണ്ടായത്? ബർബർ എന്ന് പറയുന്ന ഒരു വംശമുണ്ട് ഈ സബ് സഹാറൻ ഏരിയയിൽ. അപ്പോൾ അവിടുത്തെ വംശജർ ഇവരെ സംബന്ധിച്ചെന്താണ്? അവർ അപരിഷ്കൃതരും ആധുനിക ലോകത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അതിനെ ബാർബാറിക് എന്നിടുകയാണ്. അപ്പോൾ അവർ അപരിഷ്കൃതം ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ തൊലിയുടെ കളറില്ല, ഇവരുടെ ഭാഷയല്ല സംസാരിക്കുന്നത്, അവരുടെ കൾച്ചറല്ല, അവർ വേറെ റിലീജിയനാണ്. അതുകൊണ്ട് അവരെന്തായി? അവർ അപരിഷ്കൃതരായി. അപ്പോൾ ഇത് ഒരു പാശ്ചാത്യൻ ബിൽഡപ്പാണ്. അവരല്ലാത്ത മറ്റെല്ലാവരെയും അങ്ങനെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത്. ഇന്ത്യയിൽ അത് സംഭവിച്ചു. ഇന്ത്യയിൽ അതുവരെ അങ്ങനെ ഒരു ഫോബിയ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രാജ്യം ഭരിച്ച സ്ഥലമാണ്. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നത് ആ ഫോബിയയുടെ ഭാഗം കൂടിയല്ല. അങ്ങനെ ഒരു ഫോബിയ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഹേറ്റ് പ്രൊഡ്യൂസിങ് ഫാക്ടറികൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ കുറച്ചുകൂടി കേരളീയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവിടെ ഹേറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗത്തിന്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ ഹേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഹേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കേരളത്തിൽ ഈ ജാതിയും ഇസ്ലാമോഫോബിയയും വളരെ സട്ടിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പുറത്ത് ലൗഡായിട്ടല്ല. ജാതി എങ്ങനെയാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇസ്ലാമോഫോബിയയും പ്രവർത്തിക്കുന്നത്. അത് കുമാരനാശാൻ്റെ കൃതികളിൽ തൊട്ടുണ്ട്. ക്രൂര മുഹമ്മദർ എന്ന് വിളിക്കുന്ന ആ കാലം തൊട്ട് ആ സാധനമുണ്ട്. ഇവരെന്തോ ഒരു പ്രശ്നക്കാരാണ്, അങ്ങനെ ഒരു തോന്നൽ. അത് ഈ പറയുന്ന മലബാർ കലാപത്തെ എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. മലബാർ കലാപം യഥാർത്ഥത്തിൽ എന്താണ്? ജന്മിത്വത്തിനും ബ്രിട്ടീഷ് വാഴ്ചയ്ക്കും എതിരായിട്ടുള്ള കർഷകരുടെ കലാപമാണ്. അത് ആര് ചെയ്യുന്നു, ആ കലാപം ആര് ചെയ്യുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കർഷകരാണ് കലാപം. അതിനെ കർഷക സമരമായിട്ട് തന്നെയാണ് സെക്യുലർ ആയിട്ടുള്ള മുഴുവൻ ചരിത്രകാരന്മാരും കാണുന്നത്. എന്നിരിക്കെ അതിനെന്തോ ഒരു മോശമായിട്ട് ചിത്രീകരിക്കുന്ന സ്വഭാവം അന്ന് തൊട്ടേ ഉണ്ട്. പിന്നീട് ആധുനിക കേരളം രൂപം കൊള്ളുന്നു, കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന് തൊപ്പി ഊരേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തൊപ്പി വെച്ച ആദ്യത്തെ രാഷ്ട്രീയ നേതാവല്ലല്ലോ സി എച്ച്. എത്രയോ ആളുകൾ തൊപ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൗലാന അബുൽ കലാം ആസാദ് തൊപ്പി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് തൊപ്പി ഉണ്ടായിരുന്നു. ഈ തൊപ്പിക്കൊന്നും ഇല്ലാത്ത പ്രശ്നം സി എച്ചിൻ്റെ തൊപ്പിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഈ പറയുന്ന ഫോബിയാണ്. അന്ന് അതിന് പേരിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഇസ്ലാമോഫോബിയ തന്നെയാണത്. തൊപ്പി ഉരേണ്ടി വരുന്ന ഇസ്ലാമോഫോബിയ തന്നെയാണ്. അത് സി എച്ചിനെതിരെ ഉണ്ടായത്. അതുപോലെ തന്നെ ആർ ശങ്കർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വരുന്നത്? അത് ജാതിയാണ്. അത് പച്ചയ്ക്ക് പറയില്ല എന്നേ ഉള്ളൂ. പച്ചയ്ക്ക് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇപ്പോൾ മന്നത്ത് പത്മനാഭ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി എച്ചിനെതിരെ പച്ചയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. തൊപ്പി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക സാഹിത്യ ചരിത്രത്തിൽ ഇത് വളരെ ഗുപ്തമായി, വളരെ സട്ടിലായിട്ട് ഇതിങ്ങനെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് തലമുറയായിട്ട്. ഇത് ഈ ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഈ മലയാളം ഡിസ്കോഴ്സിൽ, അതിൽ കേരള പരിസരത്തിൽ ഉണ്ടാകുന്നത് 2001 സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷമാണ്. അത് ലോകവ്യാപകമായി ഇസ്ലാമോഫോബിയ പടരുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഇസ്ലാമോഫോബിയ എന്നൊരു കോയിനേജ് തന്നെ ഈ കേരളത്തിലുണ്ടാകുന്നത്. അതുണ്ടാകുമ്പോൾ അങ്ങനൊരു ഫോബിയ ഇവിടെ എന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിക്കുകയാണ് ഇവിടുത്തെ പുരോഗമന സമൂഹം. ആ ഞെട്ടിത്തെറിക്കൽ എല്ലാത്തിലും ഉണ്ട്, ജാതിയിലുണ്ട്. ഇപ്പോൾ ജാതി വിഷയം ഉന്നയിക്കുമ്പോൾ ഇവിടെ വീണ്ടും നിങ്ങൾ ജാതി പറയുന്നു എന്നാണ് ചോദിക്കുക, അല്ലേ? നമ്മൾ ജാതിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ജാതി ഇല്ലാത്ത ഇവിടെ നിങ്ങൾ ജാതി പറയുന്നു എന്നാണ് തിരിച്ചു ചോദിക്കുക. അതേ ഈ പറയുന്ന പുരോഗമന പൊതുസമൂഹം ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോബിയ ഉണ്ടോ, അങ്ങനെ ഫോബിയ എന്തിനാണ്, അങ്ങനെ പറയുമ്പോൾ കൂടുതൽ പ്രശ്നമല്ലേ ഉണ്ടാവുക എന്നൊക്കെ തിരിച്ചു ചോദിക്കുകയാണ്. പക്ഷേ
അത് കേരളത്തിൻ്റെ ആധുനിക കേരളത്തിൽ എല്ലാ കാലത്തും ഈ ഫോബിയ നിലനിന്നിട്ടുണ്ട്. അതിനിപ്പോൾ പേരിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതേക്കുറിച്ച് സംസാരിക്കുക, ഈവൻ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് തന്നെ പറയാറുണ്ട് എനിക്ക് ഇസ്ലാമോഫോബിയ ഉണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്നോട് അവർ പറയാറുണ്ട്, അവരതിൻ്റെ ചില കാരണങ്ങൾ പറയും. പക്ഷേ ഇസ്ലാമോഫോബിയ രണ്ടായിട്ട്, ഇപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത്, ഇപ്പോൾ മുസ്ലിം സംഘടനകളുണ്ട്, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അവരുടെ നിലപാടുകൾ വിമർശിക്കുന്നത് ഇസ്ലാമോഫോബിയായിട്ട് കണക്കാക്കാൻ പാടില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഒരു മുസ്ലിം രാഷ്ട്രീയം പറയാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നത്, അങ്ങനെയും ചില പ്രശ്നമുണ്ടല്ലോ. അങ്ങനെയും ചില പ്രശ്നം, ഇപ്പോൾ മുസ്ലിം ലീഗാണ് അതിൻ്റെ സ്ഥിരമായ ഏര. എന്തുകൊണ്ടാണ് ആ പേരിട്ടിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന് പലരും ചോദിക്കാറുണ്ട്. അവർ വർഗീയ സംഘടനയാണ്, അത്തരം സംഘടനകളാണ് വർഗീയത ഉണ്ടാകുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് എന്താണ്? ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യാണ് അവർ ചെയ്യുന്നത്. അവർ വർഗീയ സംഘടനയാണെന്ന് പറയില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്നത് അവർ വർഗീയ പാർട്ടിയാണ്, പേരിൽ തന്നെ മതമുള്ള പാർട്ടിയാണ് എന്നാണ് പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പറയുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? മുസ്ലിം ലീഗിന്, മുസ്ലിം സമുദായത്തിന് രാഷ്ട്രീയമായി അവരുടെ ഐഡൻറ്റിറ്റി പറയാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്തത്. അത് ഇസ്ലാമോഫോബിയ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, കേരളത്തിൽ ഇത് വളരെ പ്രത്യക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അപ്രത്യക്ഷമായിട്ടാണ്. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ പോലും ഇസ്ലാമോഫോബിയ ഉണ്ടെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ജാതിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഇസ്ലാമോഫോബിയ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഒരു ആത്മവിമർശനപരമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാവും. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. തലമുറയായിട്ട് ജാതി പോലെ തന്നെ കേരളത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്ലാമോഫോബിയ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളിലൊക്കെ ജാതീയതയെ പോലെ തന്നെ ഇസ്ലാമോഫോബിയയും വല്ലാതെ പടർന്നു പിടിച്ചൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു ദിനം UN ആചരിച്ചതുകൊണ്ട് മാത്രമായില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് വരുന്നത്. ഒട്ടോ ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.